നിന്ന് മിഥുൻ മുരളി കൂടി ഈ ഘട്ടത്തിൽ ഈ ചർച്ചയുടെ ഭാഗമാക്കുകയാണ്. മിഥുൻ, ഈ സംസ്ഥാന സർക്കാർ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന 4 സ്ഥലങ്ങളിലൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലം കൂടിയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലവിൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്കുൾപ്പെടെ ഒരു വലിയ സംശയമുണ്ട്. എങ്ങനെയാണ് ഈ എയിംസുമായി ബന്ധപ്പെട്ടൊരു കേസ് കേരള ഹൈക്കോടതിയുടെ ഭാഗമാകുന്നത്? ആ കേസിന്റെ ഭാഗമായി ചില റിപ്പോർട്ടുകൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അപ്പോൾ ആ കേസിന്റെ പശ്ചാത്തലം എന്താണ്? ആരാണ് ഈ കേസ് കൊടുത്തത്? ഇതൊന്ന് മിഥുൻ മുരളി പ്രേക്ഷകർക്കായി ബ്രീഫ് ചെയ്യും. ഗൗതം, 2014 ജൂൺ 10 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ ആദ്യമായി കോട്ടയത്ത് സ്ഥലമുണ്ട് എന്ന് പരാമർശിച്ചുകൊണ്ട് എയിംസിന് വേണ്ടി കത്ത് നൽകുന്നത്. 4 സ്ഥലങ്ങൾ ആദ്യം ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും ഈ 4 സ്ഥലങ്ങൾക്കുള്ളിൽ രേഖപ്പെടുത്തി നൽകുകയും ചെയ്യുന്നത്. അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഹർഷവർദ്ധൻ കേരളത്തിന് എയിംസ് നൽകുന്നതിനോട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ 4 സ്ഥലങ്ങൾ കേന്ദ്ര സർക്കാരിനെ കത്ത് നൽകി അറിയിക്കുന്നത്. 2014 ജൂൺ 10 ഇങ്ങനെ ഒരു കത്ത് നൽകുന്നത്. അതിൽ കോട്ടയം മെഡിക്കൽ കോളേജും കളമശ്ശേരി മെഡിക്കൽ കോളേജും ഉൾപ്പെട്ടിരുന്നു. മറ്റ് 2 സ്ഥലങ്ങൾ തിരുവനന്തപുരത്തെ തുറന്ന ജയിലും മറ്റൊന്ന് കോഴിക്കോട് കിനാരൂരിലെ സ്ഥലവുമാണ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജും കൊച്ചി കളമശ്ശേരിയിലെ ആ സ്ഥലവും HMTയുടെ സ്ഥലവും ഈ ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം കോട്ടയത്തും കളമശ്ശേരിയിലും 2 സ്ഥലത്തും സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ 4 സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് കോട്ടയവും കളമശ്ശേരിയും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് ഈ കോട്ടയത്ത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെപ്പറ്റി പരാമർശിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കോട്ടയത്തെ എയിംസിന്റെ സാധ്യതകളെ പറ്റി, കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ എയിംസിന്റെ സാധ്യതകളെ പറ്റിയുള്ള ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എത്തി എന്നുള്ളതാണ്. 195 ഏക്കർ സ്ഥലത്താണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടടുത്ത് തന്നെ എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളില്ല. ഇനി മറ്റ് സൗകര്യങ്ങൾ, റോഡ് ഗതാഗതം, ജല ലഭ്യത, വൈദ്യുതി ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പോലും ഈ സ്ഥലത്തിന്റെ പരിമിതിയും ഒപ്പം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ഈ പ്രാഥമിക പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രദേശത്തേക്ക് എയിംസ് സ്ഥാപിക്കപ്പെടുക എന്നുള്ള കാര്യത്തിന് അവിടെ ആ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതെ തന്നെ 2014 ജൂൺ 10 ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ ആ പട്ടികയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള ആ പ്രദേശം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് ഈ കോട്ടയത്ത് തന്നെയുള്ള കോട്ടയം വെള്ളൂരിലുള്ള പിറവം ഡെവലപ്മെന്റ് ഫോറം എന്ന് പറയുന്ന ഒരു പിറവത്തിന്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കുന്ന, മുൻഗണന എടുത്ത് നയിക്കുന്ന ഒരു സംഘടന, ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വെള്ളൂരിൽ HMT ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ ഫാക്ടറിയുടെ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥലത്ത് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കപ്പെടുന്ന 700 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കപ്പെടാവുന്നതാണ്. 700 ഏക്കറിൽ 500 ഏക്കർ വെറുതെ കിടക്കുകയാണ്, കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എന്നുള്ള സംഘടന ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരികയും ഹൈക്കോടതിയിൽ 2024 ജനുവരിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കുകയും ചെയ്തത്. ഈ ഹർജിയിൽ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എന്ന് പറയുന്ന സംഘടന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. 2025 മാർച്ചിൽ ഹൈക്കോടതിയുടെ ഉത്തരവും വന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ എയിംസ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു 2025 മാർച്ച് 28 ഹൈക്കോടതി ഉത്തരവ് വന്നത്. ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് എയിംസിന് വേണ്ടി മിഥുൻ മുരളി, കേസ് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് നമ്മുടെ ഹൈക്കോടതി റിപ്പോർട്ടർ രേഷ്മയോട് ചോദിക്കാം.